ഈ ഹാഫ് സാരിയും പാവാടിയും എടുത്തപ്പോ ഇന്ദുവിനെ കാണാൻ നല്ല ചന്തമുണ്ട്. നീ എടുത്താലും നന്നായിരിക്കും. നിന്റെ അമ്മയോട് പറഞ്ഞൂടെ വാങ്ങിത്തരാൻ? നല്ല കാര്യായി. വീട്ടിലെ ചെലവ് നടത്തുന്ന പാട് തന്നെ അമ്മയ്ക്കറിയാം. സനാതനൻ സാറ് കിട്ടുമ്പോ ഫീസ് മതിയെന്ന് പറഞ്ഞതിന്റെ പേരിലാ പഠിക്കാൻ തന്നെ വിടുന്നത്. നിന്റെ അച്ഛന്റെ വിവരം വല്ലതും ഉണ്ടോ? വയനാട്ടിലേതോ ചായത്തോട്ടത്തിലാ ജോലി. ഇപ്പോ ഒരു പാണ്ഡിച്ചത്ര കൂടെ. അച്ഛന്റെ സ്നേഹം കിട്ടണേല് അതിന് വേണം ഒരു ഭാഗ്യം. രാധേ, ഒന്നാലോചിച്ചാൽ എന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. നിനക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയും. ഇവിടെ ഒരു 10-200 പഠിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരെണ്ണം പോലും സമയത്തിന് ഫീസ് തരില്ല. സാറ് സമാധാനായിട്ട് പോണം. ഞാൻ ഇവച്ചുകളെല്ലാം പിഴിഞ്ഞ് ഒരാഴ്ചക്കകം പലിശ അവിടെ എത്തിക്കുക പോരെ. എന്റെ ദുബായിലുള്ള എല്ലാ ഫ്രണ്ട്സും അപ്പോഴേ പറഞ്ഞതാ എന്ത് പലിശ വാങ്ങരുത്. അല്ല, പിന്നെ ഈ പാരൽ കോളേജ് ഒന്ന് ഫൈനാൻസ് ചെയ്യരുതെന്ന്. സാറേ, ഇത് അത്തരത്തിലുള്ള പാരൽ കോളേജ് അല്ല. ഏടോ ഒരു മാന്യനായ ഗസ്റ്റ് വന്നിട്ട് 4 മണിക്കൂറായി. ഒരു ചായ വാങ്ങാൻ പോയ സമയത്ത് നീയൊക്കെ മനുഷ്യനാണോ? കൈ കഴിക്കൊക്കെ ഇനി ഇമാര് ചീപ്പ് ഇടപാട് എന്നെ അയക്കരുത്. ആ റാഹേലടുത്ത് പൈസ ഇല്ലാണ്ട് ചൂലെടുക്കൂ. നീ തോന്നണം 4 ആൾ കേക്കട്ടെ. എനിക്ക് രണ്ടിലൊന്നും അറിയണം. നാളെ എന്റെ അനിയത്തിയുടെ കല്യാണോ? അതിനെന്താ വരാലോ. നിങ്ങൾ വരുവോ വരാതിരിക്കുക എന്തേലും ചെയ്യും. എനിക്ക് എന്റെ ശമ്പളം മുഴുവൻ തീർത്ത് കിട്ടണം. തരാലോ. ബൈ ദ ബൈ, മിസ്റ്റർ ചന്ദ്രശേഖരൻ നായർക്ക് മിസ് സുമിത്രയെ പരിചയമില്ലല്ലോ. ദുബായിലെ എന്ത് പിയെ ഷെയ്ക്ക്. ഓ, എന്തൊരു താഴ്മ. ഞാൻ ഈ സ്ഥാപനത്തിന് ഒരു വലിയ തുക സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങട്ടെ. നാളെ അല്ലേ അനിയത്തിയുടെ കല്യാണം? ഞാൻ വന്നിരിക്കും. മിസ് സുമിത്ര, ക്ലാസ് പോയിക്കോളൂ. അപ്പോളേ പറയുമ്പോ ഫീൽ ചെയ്യരുത്. നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. നിങ്ങൾക്ക് ആ പഴയ പണി തന്നെ നല്ലത് കേട്ടോ. ശ്രീദേവി അമ്പലത്തിൽ നിന്നാണല്ലേ? എനിക്ക് അമ്പലത്തിനും പള്ളിയിലൊന്നും അത്ര വിശ്വാസമില്ല. അതൊക്കെ ബൂർഷാ ചിന്താഗതിയാണ്. ദുബായിലുള്ള ആരും അമ്പലത്തിലെ പള്ളിയിലെ പോവില്ല. നമ്മുടെ ഇന്ത്യൻസിന്റെ ഒരു കാര്യേ. ശ്രീദേവിക്ക് ചന്ദ്രശേഖരൻ നായർ പരിചയമില്ലല്ലേ? എങ്ങനെ പരിചയപ്പെടാനാ? ഞാൻ കൊച്ചുനാൾ മുതലേ ഫാക്ടറി കാര്യങ്ങളുമായി ദുബൈയിലായിരുന്നല്ലേ. ഇവര് നമ്മുടെ വിക്രമന്റെ സഹോദരിമാരാ. വിക്രമന്റെ സിസ്റ്റേഴ്സോ? എന്നാലും ഇത് നേരത്തെ പറയണ്ടേ? പറഞ്ഞു വരുമ്പോ അമ്മ വഴി നമ്മൾ ബന്ധുക്കളാ. ഇത് അനിയത്തിയാണല്ലേ? എന്താ പേര്? രാധാകൃഷ്ണ, ആ വണ്ടിയല്ലേ ഫുൾ ബോട്ടിലിരിക്കുന്നുണ്ട്. അതും എടുത്ത് വിക്രമനെയും കൂട്ടി വീട്ടിലോട്ട് വരെ. ശരി. അക്കൗണ്ടൻസിയുടെ ക്ലാസ് പരമ ബോറ്. മാഷാണെങ്കിൽ അതിനേക്കാളും ബോർ. എന്താ പ്രേമലേഖനം മോള് കേട്ടിട്ടില്ലേ? എന്നാ വായിച്ചു നോക്ക്. പെണ്ണെ, പഠിപ്പിക്കുന്ന ടീച്ചറിന് പ്രേമലേഖനം കൊടുത്താനാണ് ഈ ഹമീദ്. പിന്നല്ലേ നീ? നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമല്ലേ? എന്താ ഹമീദ് ഇത്? നീ കയ്യൊന്നു വിട്ടെ. ഓ, വലിയ ഹീറോ ആവാനുള്ള ശ്രമമായിരിക്കും അല്ലേ? ആഹാ, ഹമീദ് ആള് മിടുക്കനാണല്ലോ. എത്ര കറക്റ്റായിട്ട് പറഞ്ഞു. എനിക്കൊരു മമ്മൂട്ടിയുടെ ലുക്കൊക്കെ ഉണ്ട്. ശ്രമിച്ച ഒരു ഹീറോ ആകല്ലേ? സുമിത്ര ടീച്ചർ മറുപടി തന്നില്ല അല്ലേ? അത് മോശമായി പോയി. എന്നാലേ ഞാൻ തരാം. എന്താ
പോയി അടിക്കണം രക്ഷിത്. ഏതായാലും 36% വെച്ചു കൊടുക്കില്ല. നിങ്ങൾ തന്നെ പോയി പിടിക്കും. അതിനൊക്കെ പറ്റാത്തോണ്ടല്ല, അന്തസ്സിന് കുറവാ. പിള്ളേരും കിടന്ന് ജീവിക്കാൻ നോക്കില്ലാതെ ഇതിനൊക്കെ കാര്യം പ്രിൻസിപ്പാളാ. എന്താ സംഭവം? സംഭവം കുമാര സംഭവം. 36% പലിശ കൊടുത്തിട്ടാണ് ഞാൻ ഈ വിദ്യാകേന്ദ്രം നടത്തുന്നത്, അറിയോ? അപ്പേ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്റെ കടയിലെ പറ്റുവരെ വെങ്ങത്താ. അയ്യോ സമയായി, ബെല്ലടിക്കാൻ സമയായി, ബെല്ലടിക്കാൻ സമയായി. ബെല്ലടിയാ? എന്ത് ബെല്ലടി? സ്ട്രിക്റ്റ് കോളേജ്. അത് ശരിയാ, സ്ട്രിക്റ്റാ. എന്നാ നാളെ നക്കാൻ വരുമ്പോഴേ അവിടെ സിറ്റായിരിക്കും, നോക്കിക്കോ. മാഷിമാർക്കൊന്നും ചൊണയില്ലഞ്ഞിട്ടാ. ഇനിയിപ്പോ കുറച്ചു ദിവസത്തേക്ക് ഇത് തന്നെയാ സ്ഥിതി. ഹലോ, എന്തോ നല്ല പാർട്ടിയാ. തന്റെ സിമ്പിൾ ആയിട്ടൊന്നും എഴുതിയാ അശോകൻ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത്. അയ്യോ ഞാൻ താങ്ക്സ് പോലും പറയാത്തത് കഷ്ടായി പോയി കേട്ടോ. പോടാ അവിടുന്ന്. എന്തോ ഞാൻ സാരില്ല, സുരേഷിന്റെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ. താങ്ക്സ്. എന്നാ ഞാൻ വരട്ടെ. ആ പിന്നെ റാഹേലേട്ടത്തി ചൂല് വെച്ച് അടിച്ചപ്പോ അശോകന്റെ മുഖം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സുരേഷ്, നീ ആള് മഹാ ബോർനാ. അതെ, ഈ കാര്യത്തിൽ ഞാൻ അല്പം ബോർന്ന. ഇടാ ഇന്ന് പോകുമ്പോ നീ അവളുടെ മുഖം ശ്രദ്ധിച്ചോ. എന്താ അവളുടെ മുഖത്ത്? ആ മുഖം കണ്ടാൽ അറിയാം അവൾക്ക് നിന്നോട് പ്രേമം തുടങ്ങിയെന്ന്. കൊച്ചു കള്ള. ഇത്രയും കുത്തഴിഞ്ഞ് നാറിയ ഒരു പാരലൽ കോളേജ് ജീവിതത്തിൽ ആദ്യമായാണ് ഞാൻ കാണുന്നത്. ഇനി ഇതിവിടെ വേണ്ട. ഏതെങ്കിലും വിദ്യാർത്ഥി പാസ്സായ ചരിത്രം ഈ കോളേജിൽ ഉണ്ടായിട്ടുണ്ടോ? വായി നോക്കികളായ കുറെ വാദ്യമാരും രാമചരങ്ങി ഇറങ്ങും പഠിപ്പിക്കാനായിട്ട്. പിള്ളേർ തമ്മിൽ തല്ലി ചത്താലും ദോഷം ആർക്കാ? കുടുംബത്ത് പറഞ്ഞ പിള്ളേർ പോലും ഇവിടെ വന്നാൽ പിഴച്ചു പോകും. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. 36% പലിശ കൊടുത്തിട്ടാണ് ഞാൻ ഈ സ്ഥാപനം നടത്തുന്നത്. മാസാമാസം പലിശ കൊടുക്കണം. അധ്യാപകർക്ക് ശമ്പളം ഇല്ല, അത് കൊടുക്കണം. മനസ്സിലായില്ലേ? വിദ്യാർത്ഥികൾ ഫീസ് എന്നാൽ മാത്രമേ ഇത്തരം സ്ഥാപനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും കൃത്യസമയത്ത് കുട്ടികളുടെ കയ്യിൽ ഫീസ് കൊടുത്തയക്കാറുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ആർക്കൊന്നും പറയാനില്ലേ? എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി, ഒരു പ്രഗത്ഭനായ അധ്യാപകനെ നിയമിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ സമാധാനപരമായിട്ട് എല്ലാവരും പോണം. പുതിയ മാഷ് വന്ന് ഇവിടെ ഒലത്താൻ പോകുന്നു അല്ലേ സുബി? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. നല്ലൊരു മാഷ് ഞാൻ കൊണ്ടുവരാം. എവിടുന്ന് കൊണ്ടുവരും? അയാള് വന്നാല് നമ്മളെ കുട്ടികള് IAS, IPS, ICS, IFS ഒക്കെ പാസ്സായി പോകും. പക്ഷെ നിങ്ങൾക്ക് പറ്റൂല. കാരണം കൃത്യമായിട്ട് ശമ്പളം കൊടുക്കേണ്ടി വരും. അതൊക്കെ കൊടുക്കാൻ. പിന്നെ വെള്ളം അത് നമ്മൾ നോക്കണ്ട, അത് അയാളായിക്കോളും. ആളൊരു ചൂടനാ. ആദ്യം നമുക്ക് ഐസ് വെച്ച് തണുപ്പിക്കാം. അത്രേ ഉള്ളൂ. ഇല്ല. നിർത്ത്. ഒരു 200 ഇങ്ങടുത്തെ. ഇവൻ ആരാണ്? ആരായാലും കുടിച്ചു പരിചയമുള്ളവനാ. ഒരു 100 കൂടെ. അല്ല, മനസ്സിലായില്ല. മനസ്സിലാക്കണ്ട.